അപ്പോൾ ഇന്നത്തെ വീഡിയോ കോഡ് ഡയഗ്രാംസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ കോഡ് ചാർട്ട്സ്. ഇതെന്താണ്, ഇതിനെങ്ങനെയാണ് യൂസ് ചെയ്യണത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് റീഡ് ചെയ്യണത്, എന്തിനുള്ളതാണ് എന്നാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ പ്യുവർലി ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. ഈ ഗിറ്റാർ ആദ്യമായിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ ഗിറ്റാർ കോഡ്സ് ആദ്യമായിട്ട് പ്ലേ ചെയ്ത് തുടങ്ങാൻ പോണ ഒരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഫസ്റ്റ് കോഡ് ഡയഗ്രാം എന്താണ്, അല്ലെങ്കിൽ കോഡ് ചാർട്ട്സ് എന്താണ്? അപ്പോൾ സിമ്പിൾ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളെ ഈ ഗിറ്റാറിൽ ഒരു കോഡ് എങ്ങനെയാണ് പ്ലേ ചെയ്യേണ്ടതെന്ന് ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷനാണ് ഈ കോഡ് ചാർട്ട്സ്. അപ്പോൾ നമുക്കൊരു കോഡ് പ്ലേ ചെയ്യാൻ അറിഞ്ഞൂടാ, നമ്മൾ നെറ്റിൽ നോക്കിയിട്ട് നമുക്ക് സി കോഡ് എങ്ങനെയാണ് പ്ലേ ചെയ്യേണ്ടത്, നമ്മൾ സി കോഡ് ചാർട്ട് സെർച്ച് ചെയ്യും. അപ്പോൾ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ കിട്ടും, ഒരു കോഡ് ചാർട്ട്. അപ്പോൾ ഇന്ന് നമ്മളത് എങ്ങനെ റീഡ് ചെയ്യണം എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ബേസിക് കോഡ് ചാർട്ട് നോക്കിയാൽ ഇതിൽ വേറെ ഒന്നുമില്ല, കുറച്ച് വെർട്ടിക്കൽ ലൈൻസ് കാണാം, കുറച്ച് ബോക്സ് കാണാം, ഒരു ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഗിറ്റാർ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേന് ഈ സെയിം റിപ്രസെൻറ്റേഷനാണ് അവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത് ആ ഒരു ചാർട്ടിൽ. അപ്പോൾ ചാർട്ടിൽ നോക്കുമ്പോൾ ഇങ്ങനെ കുറേ വെർട്ടിക്കൽ ലൈൻസ് ഉണ്ട്. ആ വെർട്ടിക്കൽ ലൈൻസാണ് ഈ ഗിറ്റാറിൻ്റെ സ്ട്രിങ്. റൈറ്റ് സൈഡിലുള്ളത് 6 സ്ട്രിങ്, പിന്നെ താഴോട്ട് 5th 4th 3rd 2nd 1st. അപ്പോൾ അങ്ങനെ ആ വെർട്ടിക്കൽ ലൈൻസ് ആ സ്ട്രിങ്ങിനെയാണ് റീപ്രസെൻറ്റ് ചെയ്യണത്. പിന്നെ നമുക്ക് കുറച്ച് ബ്ലോക്കുകൾ കാണാം. ആ ബ്ലോക്ക് റീപ്രസെൻറ്റ് ചെയ്യണത് നമ്മളെ ഗിറ്റാറിൻ്റെ ഫ്രെറ്റ്സിനെയാണ്. അപ്പോൾ ഈ 1st ഫ്രെറ്റ്, 2nd ഫ്രെറ്റ്, 3rd ഫ്രെറ്റ്, 4th ഫ്രെറ്റ്, ആ ഫ്രെറ്റ്സിനെയാണ് ഈ ഒരു ബ്ലോക്ക് റെപ്രസെൻറ്റ് ചെയ്യണത്. പിന്നെ ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കി ഒരു തിക്കായിട്ടുള്ള ഒരു ലൈന് കാണാം നമുക്ക്. ആ തിക്കായിട്ടുള്ള ലൈൻ നമ്മളെ ഗിറ്റാറിൻ്റെ ഈ ഒരു പോർഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിന് നട്ടെന്നാണ് പറയുന്നത്. ഈ നട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യണതാണ് ഒരു തിക്ക് ലൈൻ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ഏത് കോഡ് ചാർട്ട് കണ്ടാലും ഒരു തിക്ക് ലൈൻ കണ്ടാൽ അതിൽ നമുക്ക് മനസ്സിലാക്കാം നട്ടിൻ്റെ അവിടെയാണ് ആ കോഡ് ഷേപ്പ് വരുന്നത്. പിന്നെ ടോപ്പിൽ നോക്കിയാൽ ലെറ്റേഴ്സ് ഉണ്ട്. ആ ലെറ്റേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ഓരോ സ്ട്രിങ്സിൻ്റെ നെയിംസാണ്. E A D G B E എന്നുള്ള സ്ട്രിങ്സിൻ്റെ നെയിംസാണ് ഈ ടോപ്പ് ലെറ്റേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു പ്ലെയിൻ കോഡ് ചാർട്ടാണ്. ഇനി അടുത്ത് നമുക്കൊരു സി കോഡിൻ്റെ ഒരു കോഡ് ഡയഗ്രാം നോക്കാം. അപ്പോൾ ഇതാണ് ഒരു സി കോഡിൻ്റെ ഡയഗ്രാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ട ചാർട്ട് വെച്ചിട്ടും സെക്കൻഡ് കണ്ട ചാർട്ടിൽ സെക്കൻഡിൽ കുറച്ച് കൂടുതൽ എലിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ സെക്കൻഡിൽ ആദ്യം നമ്മൾ നോക്കിയാൽ ആ സ്ട്രിങ്സ് ഉണ്ട്, ആ ബ്ലോക്സ് ഉണ്ട്, ആ ലെറ്റേഴ്സ് ഉണ്ട്, നട്ടും റെപ്രസെൻറ്റ് ചെയ്യണം. ആ പുതിയതായിട്ടുള്ളത് ഓരോ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. 1st 2nd 3rd എന്ന് കുറേ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട്. ആ നമ്പേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മളെ ഫിംഗേഴ്സാണ്. അപ്പോൾ ഫസ്റ്റ് റെപ്രസെൻറ്റ് നമ്മൾ 1st ഫിംഗർ, സെക്കൻഡ് ഫിംഗർ, 3rd ഫിംഗർ, ഇനി 4th എന്നുള്ള ഒരു നമ്പർ വന്നാൽ നമ്മൾ 4th ഫിംഗറിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് ആ ഓരോ നമ്പേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യണത് നമ്മളെ ഫിംഗേഴ്സ് 1st ഫിംഗർ അല്ലെങ്കിൽ 2nd ഫിംഗർ 3rd ഫിംഗർ ഇത് എവിടെ വെക്കണമെന്നുള്ളതാണ് ഈ നമ്പേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഈ ഒരു സി കോഡ് എങ്ങനെയാണ് നമ്മളെ ഗിറ്റാറിൽ പ്ലേ ചെയ്യേണ്ടത് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ നമ്മൾ ഈ കോഡ് നോക്കുമ്പോഴത്തേന് 1st ഫ്രെറ്റിലാണ് ഒരു നമ്പർ ഉള്ളത്. അതെങ്ങനെ അത് 1st ഫ്രെറ്റാണെന്ന് പറയണമെങ്കിൽ ഈ നട്ട് നമുക്ക് കാണാൻ പറ്റുക ആ ഒരു ചാർട്ടിൽ റീപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ നട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ഫ്രെറ്റിലാണ് ആ ഒരു നമ്പർ വരുന്നത്. അപ്പോൾ നമുക്കറിയാം അതൊരു 1st ഫ്രെറ്റാണെന്ന്. ഈ ഒരു ചാർട്ടിൽ 1st ഫിംഗർ ഉള്ളത് 1st ഫ്രെറ്റിലാണ്. 1st ഫ്രെറ്റിൽ 2nd സ്ട്രിങ്ങിലാണ് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 1st ഫിംഗർ എടുത്തിട്ട് നമ്മൾ ആ 1st ഫ്രെറ്റ് നോക്കിയിട്ട് ആ 2nd സ്ട്രിങ് നോക്കിയിട്ട് ആ 2nd സ്ട്രിങ്ങിൻ്റെ നടുക്കിൽ നമ്മൾ ഈ 1st ഫിംഗർ ഇങ്ങനെ വെക്കും. എന്നിട്ട് നെക്സ്റ്റ് 2nd ഫിംഗർ പ്ലേസ് ചെയ്യാൻ അതിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ ഈ 2nd ഫ്രെറ്റിൽ 4th സ്ട്രിങ്ങിലാണ് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 2nd ഫിംഗറും പ്ലേസ് ചെയ്തു. അപ്പോൾ അടുത്ത് നമ്മൾ 3rd ഫിംഗറാണ് വെക്കേണ്ടത്. 3rd ഫിംഗർ വെക്കേണ്ടത് 3rd ഫ്രെറ്റിൽ 5th സ്ട്രിങ്ങിലാണ് വെക്കേണ്ടത്. ഇങ്ങനെയാണ് ഒരു സി കോഡ് ഹോൾഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ചാർട്ടിലുള്ള നമ്പേഴ്സ് റീഡ് ചെയ്യേണ്ടത്. ഒന്നുകൂടി പോയാൽ 1st ഫിംഗർ വന്നത് 1st ഫ്രെറ്റ് 2nd സ്ട്രിങ്, 2nd ഫിംഗർ വന്നത് 2nd ഫ്രെറ്റ് 4th സ്ട്രിങ്, പിന്നെ അടുത്ത് 3rd ഫിംഗർ വന്നത് 3rd ഫ്രെറ്റ് 5th സ്ട്രിങ്. നമ്മൾ കോഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് നമ്മൾ കോഡ് പ്ലേ ചെയ്യുന്ന മുമ്പ് നമ്മൾ നോക്കേണ്ടത് ആ കോഡ് ചാർട്ടിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു എക്സ് എന്നുള്ള ഒരു ലെറ്റർ കാണാം. ആ എക്സ് എന്നുള്ള ഒരു ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മ്യൂട്ട് എന്നാണ്. അപ്പോൾ ഏത് സ്ട്രിങ്ങിലാണ് എക്സ് എന്നുള്ള ഒരു ലെറ്റർ എഴുതിയിട്ടുള്ളത് ആ സ്ട്രിങ് നമ്മൾ പ്ലേ ചെയ്യാതെ ഇരിക്കണം. അപ്പോൾ ആ സ്ട്രിങ് പ്ലേ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ഒരു കോഡ് ചാർട്ടിൽ 6th സ്ട്രിങ്ങിലാണ് എക്സിൻ്റെ ലെറ്റർ ഉള്ളത്. അപ്പോൾ ഈ 6th സ്ട്രിങ് നമ്മൾ പ്ലേ ചെയ്യാതെ ഇരിക്കണം. 5th തൊട്ട് നമ്മളിങ്ങനെ പ്ലേ ചെയ്യണം. ഇതാണ് ഒരു സി കോഡ്. പിന്നെ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കി അതിൽ 2 സ്ട്രിങ്ങിൽ O എന്നുള്ള ഒരു ലെറ്റർ കൂടി ഇട്ടിട്ടുണ്ട്.
ആ ഓ എന്നുള്ള ലെറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു ഓപ്പൺ സ്ട്രിങ് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരു ഓപ്പൺ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫിംഗേഴ്സ് ആ ഒരു സ്ട്രിങ്ങിൽ പ്ലേസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ സി കോഡിൽ നോക്കിയാൽ നമ്മളെ ഫസ്റ്റ് സ്ട്രിങ് ഓപ്പൺ ആണ്, പിന്നെ നമ്മൾ തേർഡ് സ്ട്രിങ് ഓപ്പൺ ആണ്. അവിടെ എൻ്റെ ഫിംഗേഴ്സ് ഒന്നുമില്ല, ഞാൻ ഫിംഗേഴ്സ് ആ 2 സ്ട്രിങ്ങിൽ എൻ്റെ ഫിംഗേഴ്സ് വെച്ചിട്ടില്ല. അപ്പോൾ ഏത് സ്ട്രിങ്ങിലാണ് നമ്മളെ ഫിംഗർ പ്രസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഏത് സ്ട്രിങ്ങിലാണ് നമ്മളെ ഫിംഗർ ഹോൾഡ് ചെയ്തിട്ടില്ല, ആ സ്ട്രിങ്ങിനാണ് ഓപ്പൺ സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കോഡ് ചാർട്ട് റീഡ് ചെയ്യേണ്ടത്. അടുത്തൊരു കോഡ് ചാർട്ട് നോക്കിയാൽ ഇതൊരു എഫിൻ്റെ ഒരു കോഡ് ചാർട്ടാണ്. അപ്പോൾ ഈ എഫിൻ്റെ കോഡ് ചാർട്ട് നോക്കുമ്പോഴത്തേനും ഒരു വലിയ ലൈൻ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അങ്ങനെ ഒരു ബാർ നമ്മൾ ഈ കോഡ് ഡയഗ്രാമിൽ കണ്ടാൽ നമ്മൾ ആ ഫുൾ ഫ്രെറ്റ് ഇങ്ങനെ ബാർ ചെയ്യണം. പിന്നെ ചില കോഡ് ഡയഗ്രാമിൽ നിങ്ങൾ കാണുമ്പോഴത്തേന് അതിൻ്റെ തൊട്ട് താഴെ ഇങ്ങനെ 4th ഫ്രെറ്റ് അല്ലെങ്കിൽ 5th ഫ്രെറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ നമ്മൾ കണ്ടാൽ നമ്മൾ 4th ഫ്രെറ്റിൽ വന്നിട്ട് നമ്മൾ ആ ഫുള്ള് ബാർ ഇങ്ങനെ ആ എഫ് കോഡ് അവിടെ ഇങ്ങനെ പ്ലേ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ജി മേജർ കോഡാണ് പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ ആ കോഡ് ചാർട്ടിൽ ഇൻഡിക്കേറ്റ് ചെയ്യും 3rd ഫ്രെറ്റിൽ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 3rd ഫ്രെറ്റിൽ ഞാൻ ഈ ഫിംഗർ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ജി മേജർ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കോഡ് ചാർട്ട് നമ്മൾ റീഡ് ചെയ്യേണ്ടത്.